അപ്പോൾ ഇതാ നമ്മൾ പാളയം മാർക്കറ്റ് പോയതാണ്. പച്ചക്കറി ഒക്കെ വിൽക്കുന്ന സ്ഥലമില്ലേ, ഒരുപാട് പച്ചക്കറികൾ. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഒന്ന് കണ്ടപ്പം കയറിയതാണ്. നമുക്ക് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് വരാനുണ്ടായിരുന്നു. അപ്പം ഇവിടെ നല്ല ആദായത്തിൽ തന്നെ പച്ചക്കറികളൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ ആക്കി എടുത്തതാണ് ഞാൻ. അപ്പം നമ്മളടുത്ത കടകളിലേക്കൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് തോന്നുന്നു കൊണ്ടുവരുത്ത് പച്ചക്കറി. ചെറുള്ളി 20 അല്ല 100 ഗ്രാം ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയില്ല. അല്ല അറിയാം ഞാൻ വിചാരിച്ചു 1 കിലോ പഴമെന്നല്ല പറയാ, അതുപോലെ 1 കിലോ ചുരുള 30 കഴിക്കുക. ചോറുണ്ടോ? ചോറുണ്ടോ കളിയിൽ? എത്ര വേണ്ട? എത്ര വേണ്ട? നമുക്ക് ഇത് വാങ്ങിക്കാം, വെളുത്തുള്ളി തക്കാളി ഒക്കെ വാങ്ങിക്കാം. തക്കാളി പച്ചക്കായല്ല, ആ പച്ചക്കായ കുറച്ച് കൂടുതലുണ്ടാവും. തക്കാളി വേണം. ഇത് മതിയാ 200. അതിൽ വീണതാന്ന് പറഞ്ഞത്. തക്കാളി അതിൽ വീണതാന്ന് പറഞ്ഞതാ. 20 റുപ്യക്ക് എത്രയായി? 1 കിലോ 30 റുപ്യ. എത്രയായി? 60. ആ പറഞ്ഞാ കൂട്ടുക. അതാ ഇത് 60 റുപ്യ, 30 റുപ്യ, 90, 20, 110 റുപ്യ. വേറെന്താണോ? ഇല്ല വേണോ? എത്ര വേണ്ടി? 1 കിലോ 1 മതിയോ? ചൂടല്ലേ, പാട് എന്താ നന്നായിട്ട് വെടക്കായി പോവുകയല്ലേ. അപ്പം മഗ്‌രിബ് വാങ്ങി കൊടുത്തി കിട്ടും ഏകദേശം ഞാനിവിടെ വരുന്നേരം. പിന്നെ എനിക്ക് ഓർമ്മ വന്ന് ചൊവ്വാഴ്ച അതിന് ഉസ്താദിൻ്റെ ചിലവായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ചിക്കൻ വിളിച്ച് പറഞ്ഞ് ചിക്കൻ വാങ്ങിപ്പിച്ച് വേഗം തന്നെ ആക്കിയെടുക്കാന്ന് കേട്ടോ. പിന്നെ മല്ലിച്ചപ്പവും പൊടിയൊന്നും ഇല്ല അതിന് കേട്ടോ. 10 പാക്കറ്റ് പൊടിയും വാങ്ങി, പിന്നെ മല്ലിച്ചപ്പവും വാങ്ങിച്ചിട്ടാ. എൻ്റെ കയ്യിൽ പൂള ഉണ്ടായിരുന്നു 1 കിലോന്. പിന്നെ അതിന്ന് പുഴുങ്ങാൻ വെച്ചിട്ട് പിന്നെ ഞാൻ ഈ ഒരു പൊടി വാട്ടിയെടുത്തിട്ട്, ഈ ഒരു പൊടി നന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ പാക്കറ്റ് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ 10 രൂപ ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല, എന്തോ ഒരു ഇഷ്ടപ്പെടാത്ത പോലെ. അപ്പോൾ തിരക്ക് പിടിച്ചാക്കലല്ല ഞാൻ. നമുക്ക് 8 മണിയാകുമ്പോഴത്തേക്ക് ഉസ്താദിൻ്റെ ചിലവ് കൊടുക്കണം, 8-8:30 ആകുമ്പോഴത്തേക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ വേഗം കൂടി ഞാൻ ചിക്കൻ കറിയും ആക്കി, അതുപോലെ തന്നെ പൂള വിരകിയതും ആക്കി എടുത്തിട്ടോ. അപ്പോൾ അത് ചിക്കൻ കറിയാണ്. ഇങ്ങനെ മൂടി വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ മൂടി വെച്ചത്. അപ്പോൾ പുളക്കറിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ നൈസ് പത്തിരി ഉണ്ടാക്കി കൊടുത്തിട്ടോ. അപ്പോൾ എളുപ്പം തന്നെ ആക്കി കൊടുത്തിനു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണട്ടോ.